അല്ല മമ്മാലിയോ എപ്പോ വന്നു? ഞാൻ രാവിലത്തെ വണ്ടിക്ക് വന്നു. ആ ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്. മമ്മാലി ഉച്ച കഴിഞ്ഞ് ഓഫീസിലേക്ക് വരും. നമുക്ക് അവിടെ സംസാരിക്കാം. അത് വാങ്ങിച്ചോളൂ. ഞാനിന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാം ശരിയാക്കാം. സാറാ അമ്പലത്തിനടുത്ത് പള്ളിമണിയും തിറക്കാൻ സാറൊന്ന് തീർത്തു തരണം. സാധിക്കില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അച്ഛന്മാരുടെ താളത്തിന് തുള്ളാൻ എന്നെ കിട്ടില്ല. തനിക്കെന്തായിട്ട് നിർബന്ധം? അവർ നേരിട്ട് വരട്ടെ, അപ്പൊ ആലോചിക്കാം. നമസ്കാരം സാർ. ഇവന്റെ കാര്യം ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്. പോയി കണ്ടാ മതി. ശരി സാർ. അല്ല ഇതാര് കോശിയോ? വാ വാ. എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? താൻ ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നുവല്ലേ? അതല്ലേ ഞാൻ വന്നത്. വാ. തനിക്ക് ധൃതിയൊന്നുമില്ല? ഒരു ധൃതിയുമില്ല. 10 മണി ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ എത്തിക്കോളാം. ചേട്ടൻ പോയിട്ട് വരൂ. ശേഖരൻകുട്ടിയില്ലേ ഇവിടെ? എനിക്ക് അയാളെ ഒന്ന് കാണണം. അവനകത്തുണ്ടായിരുന്നല്ലോ. ശൈരകുട്ടി, ശൈരകുട്ടി. അല്ല ഇത് ആര്? കോശിച്ചായന? ഇത് എവിടെ ആയിരുന്നു ഇത്രയും നാളും? നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയിട്ട് വരാം. കോശിച്ചായ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ആയ കാലത്ത് ആളും അർത്ഥവും നൽകി ഞാൻ സഹായിച്ചിട്ടുണ്ട് ശേഖരൻകുട്ടിയുടെ അച്ഛനെ. അത് കോശിച്ചായൻ പറയണോ? ഇന്ന് ഞാൻ അല്പം ക്ഷീണത്തില. ഇതുവരെ ഞാൻ ഒന്നും തിരിച്ചു ചോദിച്ചിട്ടില്ല. ശേഖരൻകുട്ടി എന്നെ ഒന്ന് സഹായിക്കണം. പറയൂ കോശിച്ചായ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ശേഖരൻകുട്ടി, എനിക്കൊരു ബിസിനസ് പ്രപ്പോസൽ ഉണ്ട്. ഗഞ്ചാവ്, ബ്രൗൺ ഷുഗർ, ഹാഷിഷ്, ഹെറോയിൻ അന്താരാഷ്ട്ര വിപണികളുള്ള മയക്കുമരുന്നുകൾ. ഇവിടെ ഗഞ്ചാവ് സുലഭമായി കിട്ടും. അതിനെ ഹാഷിഷ് ആക്കാനുള്ള പ്രോസസ് എനിക്കറിയാം. 1 കിലോ ഹെറോയിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ 4 ലക്ഷം രൂപ വില കിട്ടും. നമുക്ക് ചിലവ് 25,000 രൂപയും. 1 കിലോ സ്വർണം വിറ്റാൽ കിട്ടുന്ന ലാഭത്തെക്കാളും 200 ഇരട്ടി. സ്വാഭാവികമായും ലാഭം കൂടുമ്പോൾ റിസ്ക്കും കൂടും, ഒപ്പം ശത്രുക്കളും. അതുകൊണ്ട് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അതിന് എനിക്ക് ശേഖരൻകുട്ടിയുടെ സഹായം വേണം. അതുകൊണ്ട് ശേഖരൻകുട്ടിക്കുള്ള ഗുണം 50-50 ഇൻ റിസ്ക് ആൻഡ് കോസ്റ്റ്. പുതിയൊരു ഏർപ്പാടാണ്. എനിക്കൊന്ന് ആലോചിക്കണം കോശിച്ചായ.